അഴുക്കുചാലിൽ വീണ് ജോയ് മരിച്ച് ഒരു മാസം കഴിഞ്ഞിട്ടും ആമിഴഞ്ചാൻ തോടിന്റെ അവസ്ഥയ്ക്ക് മാറ്റമില്ല. മാലിന്യം വലിച്ചെറിയുന്നവർക്കെതിരെ നഗരസഭ കടുത്ത നടപടി സ്വീകരിച്ചെങ്കിലും ഇപ്പോഴും തോട്ടിൽ മാലിന്യമെറിയുന്നതിനും കുറവില്ല. റെയിൽവേ ടണലിലും തോടിന്റെ മറുഭാഗങ്ങളിലും വലിയ രീതിയിലാണ് മാലിന്യ കൂമ്പാരം. റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് കോരിയിട്ട മാലിന്യമല നീക്കം ചെയ്യാൻ പോലും റെയിൽവേക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. റെയിൽവേ സ്റ്റേഷന്റെ പവർ ഹൌസ് സമീപമുള്ള കവാടത്തിലാണ് ഞാനുള്ളത്. ഇവിടെ എന്റെ പുറകിൽ കാണുന്നത് ആമിഴഞ്ചാൻ തോടിന്റെ ഭാഗമാണ്. അതായത് ജോയ് വീണ ടണലിന്റെ മറുവശം. ഇവിടെയും അന്ന് വലിയ രീതിയിൽ മാലിന്യ നീക്കം നടത്തിയതാണ്. ജോയിയെ കണ്ടെത്താനായി, രക്ഷിക്കാനായി മാലിന്യ നീക്കം നടത്തിയത്. ഇപ്പോഴും അവിടേക്ക് മാലിന്യങ്ങൾ ഒഴുകി വന്ന് കിടപ്പുണ്ട്. അതുമാത്രമല്ല കാണേണ്ടത്, അന്ന് വലിയ രീതിയിലുള്ള മാലിന്യമല തന്നെ ഈ ടണലിലുണ്ടായിരുന്നു, വെള്ളത്തിലുണ്ടായിരുന്നു. റെയിൽവേ സ്റ്റേഷനിൽ ദിവസവും ആയിരക്കണക്കിന് ആളുകൾ വന്നു പോകുന്ന സ്ഥലത്താണ് ഇങ്ങനെ മാലിന്യം കൂട്ടിയിട്ടിരിക്കുന്നത്. മാത്രവുമല്ല, ഇതൊരു പാർക്കിംഗ് ഏരിയയാണ്. റെയിൽവേയുടെ പവർ ഹൌസ് ഗേറ്റ് വഴി വരുന്ന ആളുകൾ ബൈക്ക് പാർക്ക് ചെയ്തിട്ട് പോകുന്ന പ്രദേശം കൂടിയാണ്. അവിടെയാണ് ഈ രീതിയിൽ മാലിന്യം ഇപ്പോഴും കുന്നുകൂട്ടി ഇട്ടിരിക്കുന്നത്. ആമിഴഞ്ചാൻ തോട്ടിലേക്ക് ആളുകൾ മാലിന്യം വലിച്ചെറിയുന്നതിനും തോട്ടിലൂടെ മാലിന്യം ഒഴുകി വരുന്നതിന് ഇപ്പോഴും ഒരു കുറവുമില്ല എന്നത് ഈ ദൃശ്യങ്ങളിലൂടെ വ്യക്തമാണ്. ജോയ് വീണ ആമിഴഞ്ചാൻ തോട്ടിന്റെ ആ ഭാഗത്താണ്, തമ്പാനൂരാണ് നമ്മൾ ഇപ്പോൾ ഉള്ളത്. അത് നേരത്തെ അടിഞ്ഞുകൂടി കിടക്കുന്ന മാലിന്യമാകാം ഒരുപക്ഷെ ഈ വശത്ത് കാണുന്നത്. പക്ഷേ അവിടെ നിന്ന് ഒഴുകി വന്ന് നഗരവാസികൾ പുറന്തള്ളുന്ന എല്ലാ മാലിന്യങ്ങളും നേരത്തെ ഉള്ളതുപോലെ തന്നെ ഇവിടെ ഒരു ബാരിക്കേഡ് വെച്ച് ഈ മാലിന്യങ്ങൾ കടന്നു പോകാതെ തടഞ്ഞു നിർത്താൻ വേണ്ടിയുള്ള ബാരിക്കേഡ് തടഞ്ഞു നിൽക്കുന്നു. ഫുട്ബോളുകൾ, ആളുകൾ, കുട്ടികളൊക്കെ കളിച്ച് എറിയുന്ന പഴയ ഫുട്ബോളുകളൊക്കെ ആകാം. ഫുട്ബോളുകൾ, അതുപോലെ തന്നെ പ്ലാസ്റ്റിക് മാലിന്യങ്ങളുടെ വലിയൊരു കൂമ്പാരം. നഗരസഭയും പോലീസുമൊക്കെ മാലിന്യങ്ങൾ വലിച്ചെറിയാതിരിക്കാൻ വലിയ ജാഗ്രതയോട് രാത്രികാല പരിശോധന അടക്കം നടത്തുമ്പോഴും അതൊന്നും ആളുകൾക്ക് കാര്യമില്ല. ഇപ്പോഴും മാലിന്യങ്ങൾ അതേപടി ഉപേക്ഷിക്കപ്പെടുന്നു, ചാക്കുകൾ കെട്ടി ഉൾപ്പെടെ ഉപേക്ഷിക്കപ്പെടുന്നു എന്നുള്ളതിന് വളരെ വ്യക്തമായ കാഴ്ചകൾ നമുക്ക് ഇവിടെ നിന്ന് കാണാം. പാറ്റൂർ ഭാഗത്തെ അവസ്ഥയാണിത്. നേരത്തെ എങ്ങനെയായിരുന്നു ഈ ആമിഴഞ്ചാൻ തോട്ടിലൂടെ മാലിന്യങ്ങൾ ഒഴുകിപ്പോരുന്നത്, അത് അതേപടി ഇവിടെ ഇപ്പോഴും. ഇത് നഗരസഭ ഈ മാലിന്യങ്ങൾ ഒരിടത്ത് കൂട്ടിയിട്ട്, പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യം ഒരിടത്ത് കൂട്ടിയിട്ട് പിന്നീട് എടുത്തു മാറ്റാനായി തടഞ്ഞു നിർത്തിയിരിക്കുന്നതാണ്. ഈ രീതിയിലാണ് ഇവിടെ മാലിന്യങ്ങൾ. നേരത്തെ ജോയ് മരിച്ചതിന്റെ അടുത്ത ദിവസം, ജോയ് വെള്ളത്തിൽ പോയതിന്റെ അടുത്ത ദിവസം നമ്മൾ വാർത്താ റിപ്പോർട്ടിനോട് എത്തുമ്പോൾ കണ്ട അതേ കാഴ്ച ഇവിടെ ഇപ്പോഴുമുണ്ട്. വലിയ ചാക്കുകെട്ടുകൾ ഈ മാലിന്യ കൂമ്പാരത്തിനിടയിൽ നമുക്ക് കാണാനാകും. വലിയ ചാക്കുകെട്ടുകളിൽ മാലിന്യങ്ങൾ കൊണ്ട് ഈ തോട്ടിലേക്ക് ഇപ്പോഴും വലിച്ചെറിയുന്നു എന്നത് തന്നെയാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ആമിഴഞ്ചാൻ തോട് കണ്ണമ്മൂലയിൽ നിന്നൊഴുകി നെല്ലിക്കുഴി വഴി അണമുഖം ഭാഗത്തേക്ക് പോകുന്ന സ്ഥലത്തെ കാഴ്ചകളാണിത്. വലിയ രീതിയിൽ വെള്ളത്തിലേക്ക് മാലിന്യങ്ങൾ ഒഴുകി വരുന്നത്, പ്രത്യേകിച്ചും പ്ലാസ്റ്റിക് മാലിന്യങ്ങളും മറ്റും ഒഴുകി വരുന്ന ഇവിടെ വ്യക്തമായി നമുക്ക് കാണാനാകും. ഇങ്ങനെ മാലിന്യങ്ങൾ ഇപ്പോഴും നഗരസഭയും പോലീസും ഒക്കെ കർശന നിലപാടെടുക്കുമ്പോഴും എല്ലാവരെയും പറ്റിച്ചുകൊണ്ട് എന്ന ധാരണയോടുകൂടി, എല്ലാവരെയും കബളിപ്പിച്ചുകൊണ്ട് ധാരണയോടുകൂടി മിടുക്കരായി തലസ്ഥാനവാസികളിൽ വലിയൊരു വിഭാഗം ഇപ്പോഴും ഈ മാലിന്യങ്ങൾ ആമിഴഞ്ചാൻ തോട്ടിലേക്ക് തന്നെ വലിച്ചെറിയുകയാണ്. ക്യാമറാമാൻ സി വിനോദ് കുമാറിനൊപ്പം ബി വി അരുൺ, ന്യൂസ് 18 തിരുവനന്തപുരം.